എല്ലാ അവസ്ഥകളെയും ഞാൻ നിന്നോടുള്ള വിശ്വാസത്തെ പ്രതി സ്നേഹത്തെ പ്രതി ഉടമ്പടി പ്രകാരം നിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു. കർത്താവേ, എനിക്ക് ക്രിസ്തുവിനെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ നടപടിക്രമത്തെ നീ ആശീർവദിക്കണമേ. ശ്രുതികടേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ മെക്കാനിസമുണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി നിനക്ക് ക്ലേശം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഭാരം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്, ആ വിഷയത്തെ നിനക്ക് ക്രിസ്തുവായി വിഭാവന ചെയ്യുന്നൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ റിട്ടേൺസ് ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്തൊരു കളിയുണ്ട്. അതറിഞ്ഞില്ലേ നമുക്ക് ഈ കച്ചവടം നഷ്ടമായിരിക്കും. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി, ഒരു രോഗം, ഒരു ക്ലേശം ഉണ്ടാക്കുന്ന വ്യക്തികൾ, ഒരു ഭാരം, കുടുംബത്തിലുണ്ടാകുന്ന വ്യക്തികളുണ്ടാക്കുന്ന ഭാരം, അത് യേശുവായി വിഭാവനം ചെയ്യുന്നതിൽ നമുക്ക് മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. എന്താ, ആർക്ക് വേണമെങ്കിൽ വിഭാവനം ചെയ്യാം. അത് യോഹന്നാൻ അത് കർത്താവാണെന്ന് പറഞ്ഞ പോലെ ഇരിക്കും. പണ്ട് യോഹന്നാൻ പറഞ്ഞില്ലേ, യേശുവിനെ ഒരു ചെറിയ മയക്ക വെളിച്ചത്തിൽ കണ്ടില്ലേ? തിബേരിയസിൻ്റെ തടാകത്തിൻ്റെ തീരത്ത് ഒരു മയക്ക വെളിച്ചം എന്ന് പറയുന്നതാണ്. ഒരു വെളുപ്പാങ്കാലത്ത്, ഈ വെളുപ്പാങ്കാലമൊക്കെ സൂക്ഷിക്കണം. അരണ്ട വെളിച്ചമുള്ള സമയത്താണ് മേരി മാഗ്ദലിൻ കർത്താവിനെ അടിച്ചു മാറ്റിയത്. വിശ്വാസം പറ്റുക ജീവിതത്തിൽ ഒരു പിടി കിട്ടണില്ല. വെളിച്ചം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ക്രിസ്തു ആണോ ക്രിസ്തു അല്ലയോ അങ്ങനെയൊക്കെ ഒരു ambiguous or hypothetical conditions. You are not able to discern the ഒരു ഫെയ്ത്ത് കണ്ടൻ്റകത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് കഷ്ടപ്പെടുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പ്രസാദം ഉണ്ടാകുമോ? വീടുണ്ടോ, വെതർ മേ ബി, അറിയത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ നീ ഒരു തീരുമാനം എടുക്കണം. നീ അത് ശരിക്കും വെട്ടി കറ തീർത്ത് പ്രഖ്യാപിക്കണം. യെസ്, ഇറ്റ് ഈസ് ലോഡ്, ഞാനത് ടേക്കപ്പ് ചെയ്യണമെന്ന്. എന്താ പ്രശ്നം വെച്ചാൽ, ഇറ്റ് ഈസ് ലോഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇൻകം കിട്ടത്തില്ല, വരുമാനം കിട്ടത്തില്ല. അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞില്ലേ പണ്ട് തിബേരിയസിൻ്റെ തീരത്ത് 21:7 യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചോളൂ. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ എന്നോടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? സ്നേഹിച്ചെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിങ്ങനെ പുട്ടിനെ വീരിടുന്ന പോലെ പറയുന്നുണ്ട്, പക്ഷേ ഒന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ പറഞ്ഞിരിക്കണത്? യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. മതി, അത് കർത്താവാണ്. യേശു ആരാണ്? തിബേരിയസിൻ്റെ തീരത്തെ ഒരു മയക്ക വെളിച്ചത്തിലെ അയാൾക്കൊരു ഒരു ഇരുട്ട മയത്തിൽ ഒരു വെളുപ്പാൻകാലത്ത് ഈശോ വരികയാണ്. കടലിൽ വള്ളം കിടക്കുന്നു, അവരെല്ലാം വള്ളത്തിലാണ്. ആർക്കുമേ ഈശോയെ തിരിച്ചറിയാൻ പറ്റണില്ല. ഒരാൾ തിരിച്ചറിഞ്ഞു. ആരാണ്? യോഹന്നാൻ. അപ്പോൾ 21:7 എന്താ പറയണത്? ദാറ്റ് ഈസ് ലോർഡ്, അത് കർത്താവാണ്. തീർന്ന് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുകയാണ്. അടുത്ത സീൻ ചെയ്യണത്, സീൻ കോൺട്ര എന്ന് പറഞ്ഞ പോലെ സീൻ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കിയേ. അതായത് അത് പറഞ്ഞ ആൾ അവിടെ ഇരിക്കുകയാണ്. അത് പറഞ്ഞ ആൾ അവിടെ ഇരിക്കുകയാണ്. അയാൾ അനക്കമില്ല. അയാൾ വിഭാവന ചെയ്തു. ദാറ്റ് ഈസ് ലോഡെന്ന്. ഉടമ്പടിയിൽ ഇതുപോലെ വിഭാവന ചെയ്താൽ വർക്കൗട്ട് ചെയ്യത്തില്ല, ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. നമ്മളറിയോ ശരി ക്ലേശമാണ്, അമ്മായിമ്മക്ക് പനിയാണ്, അമ്മായിമ്മക്ക് വാദമാണെന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ ഞാൻ ക്രിസ്തുവായിട്ട് കാണാം. കണ്ടുകൊണ്ടിരുന്നിട്ട് കഥയില്ല. യു മസ്റ്റ് ആക്ട്. അവൻ പറയണ പോലെ
ചെയ്യണം. ചൊല്ലിയിട്ട് കാര്യമില്ല. അത് കർത്താവാണെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എന്തിനാ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്രിസ്തു ആക്ടിവേഷൻ ഇനി 2 ഫോർമുലയുണ്ട്. അത് രണ്ടും ഒരുമിച്ചേ വർക്ക് ചെയ്യത്തുള്ളൂ. എന്താണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണം, അല്ലേ? റോമ 10:9 അതരം കൊണ്ട്. അതാണ് യോഹന്നാൻ ചെയ്തിരിക്കുന്നത്. യോഹന്നാൻ ചെയ്തിരിക്കുന്ന തെറ്റില്ല, പക്ഷെ ആ പുള്ളിക്കാരൻ 50% ചെയ്തുള്ളൂ. അവിടെയാണ് കുഴപ്പം വന്നു പോയത്. അത് കർത്താവാണ്. അതെന്താ? അത് റോമ അപ്പോൾ യോഹന്നാൻ 21:7 അനുസരിച്ച് കൊണ്ട് അത് കർത്താവാണെന്നുള്ളത് രക്ഷയുടെ ആദ്യ പകുതിയാണ്. രക്ഷയുടെ 2 പകുതിയുണ്ട്. എന്താണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയാം, റോമ 10:9 പിന്നെ എന്താണ്? വേറൊരു കാര്യമുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ദൈവം അവന് മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തീരത്തില്ല. എന്ത് ചെയ്യണം? വിശ്വാസം പ്രവർത്തനം കൊണ്ട് നീതീകരിക്കണം. അവിടെയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം വരുന്നത്. യാക്കോബിൻ്റെ അത്തരം വായിച്ചവന് 2:17 വായിച്ചേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തികൾ കൂടാതെ ഒന്ന് പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെ വിശ്വാസം നിർജീവമാണ്. അതായത് അത് കർത്താവെന്ന് ആണെന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി സംഭവം ശരിയാണെങ്കിൽ നിർജീവമാണ്. യോഹന്നാന് പറ്റിയൊരു അബദ്ധം അവിടെയാണ്. അത് കർത്താവാണെന്ന് പറഞ്ഞ് ഇതിനെ ജീവൻ വെപ്പിക്കുന്നത് ആരാണ്? വേറെ ഒരുത്തനാണ് ജീവൻ വെപ്പിക്കുന്നത്. തുണിയില്ലാതെ ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നത്. അവനാണ് ഇതിന് ജീവൻ വെപ്പിക്കുന്നത്. എന്താണ്? അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പത്രോസ് താൻ നഗ്നനായത് കാരണം തുണിയെടുത്ത് ചുറ്റി കടലിലേക്ക് ചാടി. ഇത് വിശ്വാസത്തിൻ്റെ 2ാമത്തെ സെക്ഷനാണ്. ഇവിടെ വൈവാക്ക് തോറ്റുപോയി. പ്രാക്ടിക്കലിന് യോഹന്നാൻ തോറ്റുപോയി. തിയറി ഓക്കെ ആയിരുന്നു. യോഹന്നാൻ്റെ തിയറി ഓക്കെ ആയിരുന്നു. എന്ത് സംഭവം? അത് കർത്താവാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇത് തമ്മിൽ യോജിപ്പിക്കണേ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ യോജിപ്പിക്കണേ എവിടെയാണ്? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻറ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഉടമ്പടി സ്പീഡാകാൻ കാരണം അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് അതിൻ്റെ കൂടെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിയ സ്പീഡാകത്തില്ല. അത് എല്ലാം അത് കർത്താവാണെന്ന് പറയുന്ന പോലെ യോഹന്നാൻ 21:7 അതുപോലെ അത് തന്നെയാണ് റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണ്. ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതിൻ്റെ സെക്കൻഡ് ഫോർമുല വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ദൈവം പറഞ്ഞ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഈ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള പുനരുത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മിഷൻ വർക്ക് ചെയ്യണത്, എല്ലാ പ്രവർത്തനങ്ങളും വരണത്, എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വരണത്. നിങ്ങളൊരു പത്രം കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചോ? കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിന് ചേച്ചിയുടെ പേര് അതായത് ജാൻസി ചാക്കോ, തലൂലപ്പറമ്പ്. ജാൻസി ചാക്കോ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി നിന്ന് വാരിക്കോസായി കാലിൽ. ഒരു കാലവസാനം വേദന, അതായത് പിന്നെ നീര്. അവർ പറയണതേ, ഞാൻ ഭർത്താവിനെ കൊണ്ട് എൻ്റെ കാല് ചവിട്ടി തിരുമിക്കുമ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്ന. എന്ത് കഷ്ടമാണെന്ന് നോക്കി. നീര് കല്ലച്ച് കിടന്നിട്ട് അത്ര. അപ്പോൾ എന്തൊരു നീരായിരിക്കും അല്ലേ? ആ സാക്ഷ്യം നമ്മളൊന്ന് നോക്കണേ. അത് നിങ്ങൾ നോക്കണേ. അതായത് ശരീരത്തിൽ നീര് കല്ലച്ച് കിടക്കണ നിപ്പ് ജോലിയാണ്. അവിടെ ചെന്ന് നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിന്ന് കാലം നീരായി വേരിക്കോസായി. അതായത് ഇതിന് വീട്ടിൽ വരുമ്പോൾ കാലെടുത്ത് തല വെച്ചുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. അത്രയും വേദനയാണ്. അത്രയും വേദനയോടെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് രാത്രി കിടക്കാൻ വേണ്ടി ഉറക്കം കാലിങ്ങനെ വിങ്ങത്തില്ല ഇരുന്നുണ്ട്. അപ്പോഴേ ചില വാദമുള്ള ആൾക്കാർക്കൊക്കെ നല്ലവണ്ണം അറിയാൻ പറ്റും. ആരെങ്കിലും ഒന്ന് തടകി കൊടുക്കണം. പക്ഷേ ഇവിടെ തടയാൻ നിൽക്കത്തില്ല. അവർ പറയണ നീര് ഉടച്ച് കളയാൻ വേണ്ടി ഞാൻ ഭർത്താവിനെ കാലൊക്കെ ആയിട്ട് നിർത്തി ചവിട്ടി തിരുമിക്കുമെന്ന്. അത് സാക്ഷ്യം പറഞ്ഞാണത്. അത്രയും കണ്ടീഷനാണ്. പക്ഷേ ഇവരെന്നാ ചെയ്ത്? ഇവർ ഉടമ്പടി നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ജാൻസി ചാക്കോക്ക്.
ജെയിംസ് ചാക്കോ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രവും മേടിച്ച് തലൂരപ്പറമ്പിലോട്ടല്ലേ പോകേണ്ടത്, തണ്ണീർമുക്കം വഴി. അത് ചേർത്തല ചെന്ന് എല്ലാ കടകൾക്കും ഓരോ പത്രം കൊടുത്ത്. അത് സ്പീഡായിട്ടാണ് കൊടുക്കുന്നത്, പ്രാർത്ഥിച്ച് നല്ല ഒരു വെടിക്കെട്ട് കൊടുക്കലാണ്. അല്ലാതെ ഇത് കൊടുക്കണം, അവിടെ അവർ വാങ്ങിക്കുമോ, അവർ വാങ്ങിച്ചില്ലേ എന്ത് ചെയ്യും, അവരിവിടെ കൊടുത്തില്ലേ, ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതങ്ങനെയല്ല, ഇത് വെടിക്കെട്ടാണ്. ഇവർ രക്ഷപ്പെട്ടത് അതുമല്ല. അതിനുശേഷം ഇവർ തലയോരപ്പറമ്പിൽ ചെന്ന് അവിടെയൊക്കെ എല്ലായിടത്തും പത്രം കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ ദിവസം പള്ളിയിൽ പോയി ഇരിക്കുകയാണ്. പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയിൽ ഒരു കെട്ട് പത്രം ഇരിക്കണം. അപ്പോൾ അവർക്ക് പറയണേ, പത്രം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന്. എന്താ കാര്യം? ഇത് ആരോ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത ആൾക്കാർ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ പത്രം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്തു. ആ രാത്രി കർത്താവിൻ്റെ കാര്യത്തൊട്ട് പിന്നീട് ഒരിക്കലും എനിക്ക് നീരുണ്ടായിട്ടില്ലെന്ന് കൈയടിച്ച് കർത്താവ് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈശോയെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഇത് ഒരു വർക്കാണ് ശരിക്കണേ കർത്താവിൻ്റെ പേരിൽ. അതിനകത്ത് ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് മർമ്മം എന്നുള്ളത്, പത്രം കിട്ടായിട്ട് പള്ളി ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്ന് തോന്നുന്നില്ലേ? അതാണ് അവരുടെ മിഷൻ എന്ന് പറയണത്. ഇത് കർത്താവിനെ പ്രതിയുള്ള സങ്കടമാണത്. ആ സങ്കടം കാരണം അവരെടുത്തിട്ട് എനിക്ക് സങ്കടം തന്നെ പറഞ്ഞ് വീട്ടിൽ പോയില്ല. അവർ അത് എടുത്തിട്ട് കണ്ടവർക്കെല്ലാം അത് വിതരണം ചെയ്ത്, എനിക്ക് സങ്കടം തന്നെ, എനിക്ക് സങ്കടമാണ് അത് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഇരിക്കുക. ഇത് ഫസ്റ്റ് പാർട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കൊണ്ടൊരിക്കലും ആക്ടിവേഷൻ സംഭവിക്കത്തില്ല. യോഹന്നാനി അതല്ലേ സംഭവിച്ചത്. യോഹന്നാനാണ് ആദ്യം കണ്ടത് 21:7 എന്താണ്? അത് കർത്താവാണ്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരുന്ന്. അതാണ് കുഴപ്പം. ഇന്നത്തെ വിശ്വാസികളും ഒരു 90% അവസ്ഥ അതാണ്. യേശു കർത്താവാണെന്ന് അറിയാം, അവിടെ തന്നെ ഇരിക്കും. യേശു കർത്താവാണെന്നറിയാം. ഉടമ്പടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് നിന്നെ അറിയിക്കുകയും പിന്നെ എന്തു ചെയ്യും? ദൈവം അവന് മരിച്ചുവെന്ന് ഉയർപ്പിച്ചു എന്നുള്ള വിശ്വാസത്തിന് ചുമ്മാ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യാക്കോബ് 2:17 അനുസരിച്ചുകൊണ്ട് വിശ്വാസം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത്. അതെന്നുവെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ ചെയ്യുന്ന ഉടമ്പടി പ്രകാരമുള്ള യേശുവിന്റെ നാമത്തിലുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യമാകുകയാണെന്നുള്ള ആഴമായ ബോധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ യേശുവേ നന്ദി. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന.
അതിന് ഈ കൂട്ടത്തിൽ നിന്ന് ചാടിപ്പോന്നില്ലേ? യേശു കർത്താവാണെന്നുള്ള അറിവ് കിട്ടിയപ്പോഴുടനെ പത്രോസ് ചാടിപ്പോന്നില്ലേ? കടലിലൂടെ നീന്തി കയറി പോകുന്ന ആദ്യമേ എത്തി. ഈ ആദ്യമേ എത്തണം, അതൊക്കെ സീരിയസ് വിഷയമാണ്. ആദ്യമേ എത്തിയാണ്. ആദ്യം എത്തുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണ് അത്? മറ്റുള്ളവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നീ ഇവരെക്കാൾ അധികമായി. അതാണ് പ്രശ്നം. അതെന്നും പ്രശ്നം തന്നെയാണ്. 21:15 വായിച്ചോളൂ, യോഹന്നാന്റെ സുവിശേഷം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, പറഞ്ഞ യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യത്തിനാണ് പത്രോസ് അതാണ് ചെയ്തത്. ആ 11 പേരും ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. 10 പേര് ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആ 10 പേരിലാണ് പത്രോസ് ചാടിപ്പോകുന്നത്. അത് കണ്ടിട്ടാണ് ചോദിക്കുന്നത്, ഇവരെക്കാൾ അധികമായി. ഇപ്പം നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അന്ത്യം വരെ കാണുന്ന ആളാണ് ദൈവം. അവസാനത്ത് ആദ്യത്തെ ഭാഗമൊക്കെ നല്ലതായിരിക്കാം, അന്ത്യഭാഗമാണ് പ്രശ്നം. മനസ്സിലായില്ലേ? നീ ഉടമ്പടിയുടെ ആദ്യ ഭാഗമൊക്കെ ഭയങ്കര വീരശൂര പരാക്രമം കാണിക്കും. ആ 90 ദിവസം ആകുമ്പോൾ നീ വെറുതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയായിട്ട് മാത്രം ഈ സാധനം അവസാനിപ്പിക്കും. പക്ഷേ പ്രവർത്തനമില്ല, ദാനധർമ്മങ്ങളില്ല, രോഗി സന്ദർശനമില്ല. ഈ അന്ത്യഭാഗങ്ങൾ ആദ്യ ഭാഗങ്ങളെപ്പോലെ തന്നെ അന്ത്യഭാഗങ്ങളും ഇപ്പം 10 ദിവസത്തിന് മാർക്ക് കിട്ടാൻ കാര്യം അതാണ്. എന്താണ്? യോഹന്നാൻ വക്ഷത്തിൽ കിടന്നോ അന്ത്യത്താഴത്തിൽ, അല്ലേ? പിന്നെ കുരിശുമരണത്തിൽ കർത്താവിൻ്റെ കുരിശ് ചുവട്ടിൽ വന്നു. പക്ഷേ അന്ത്യഭാഗം യോഹന്നാന് പാളിപ്പോയി. അതൊരു 10-50 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനായിരുന്നു. യോഹന്നാൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്തെങ്കിലും അവസാനം ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ യോഹന്നാൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് എന്താ പറ്റിയത്? അധികാരം, താക്കോല് പത്രോസിന് കിട്ടി. എന്താ കാര്യം? അവൻ്റെ അന്ത്യഭാഗം കറക്റ്റായിരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 2:19 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. വെളിപാട് 2:19. നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ആ വചനം വായിച്ചു തരാം. ഒന്നിന് വായിച്ചു തരാം. ഒന്ന് പറഞ്ഞേ, വെളിപാട് 2:19 വായിച്ചേ. നിന്റെ പ്രവൃത്തികളും, ഏറ്റു പറഞ്ഞേ, നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. ഇവിടെയാണ് പ്രശ്നം. അവസാന പ്രവർത്തനങ്ങളെ യോഹന്നാൻ്റെ എല്ലാ കാര്യവും കർത്താവ് കണ്ടതാണ്. വക്ഷത്തിൽ കിടന്നതാണ് ആൾ. അന്ത്യത്താഴ് സമയത്ത് നിന്നെ ഒറ്റ കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചതാണ്. അനുസരണം കൂടെ വന്നതാണ്. അതിനുശേഷം കുരിശിന് ചുവട്ട് നിന്നതാണ്. ഇത്രയും കാര്യം ഒക്കെയാണ്. പക്ഷേ അവസാനം വന്നപ്പോൾ പാളിപ്പോയി. അവസാനം എന്താണ്? അത് കർത്താവാണെന്ന് പറഞ്ഞ് വള്ളത്തെ തന്നെ ഇരുന്ന് പോയി പാവപ്പെട്ടവൻ. ചാടി കടലിൽ വീണത് നീന്തിക്കയറി കർത്താവിൻ്റെ അടുത്ത് ആദ്യം ചെന്നവനാണ് താക്കോല് കിട്ടുന്നത്. എന്താ കാര്യം? അവൻ്റെ അവസാന പ്രവർത്തനങ്ങൾ വിജയിച്ചു. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങേ സാക്ഷ്യം വഹിക്കാനുള്ള എൻ്റെ മിഷൻ ചൈതന്യം അന്ത്യം വരെ അഭിഷേകപൂരിതമാകാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങേ ആത്മാവിനാൽ അത് ഊതി കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എൻ്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഇരിപ്പുകാരത്തേക്ക് യോഹന്നാൻ ഇപ്പോൾ വള്ളത്തിൽ തന്നെ ഇരിക്കുകയല്ല ചെയ്തത്. ഇതുപോലെ ഇരുന്ന് പണിമേടിച്ച ഒരാളുണ്ട് ബൈബിളിൽ. ആരാണെന്നറിയാവോ? ബെഥനിയിലെ മറിയം. മേരി മാഗ്ദലനല്ല, അത് മഗ്ദലയിലെ മറിയമാണ്. ലാസറിൻ്റെ പെങ്ങളെ ബെഥനിയിലെ മറിയമാണ്. ആ പാർട്ടി ഇരുന്ന് പണിമേടിച്ച ആളാണ്. എപ്പോഴും ഓർത്തേക്കണം, നിങ്ങൾ ഇങ്ങനെ ഇരുന്നെന്ന് പറയുമ്പോൾ ഇരുന്ന് ജവമാർ ചെല്ലുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, വല്ല കുഴപ്പമുണ്ട്. പക്ഷേ പണിമേടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്താ കാര്യം? നമ്മൾ അത് കർത്താവാണെന്ന് പറയുന്ന അധരം കൊണ്ട് ഏറ്റു പറയണത് കറക്റ്റാണ്. പക്ഷേ അതേസമയം തന്നെ ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് ഇറങ്ങി പ്രവർത്തിക്കും. ഇറങ്ങി പ്രവർത്തിക്കാത്തോളം കാലം ഉടമ്പടിയുടെ സ്പീഡ് ഉണ്ടാകത്തില്ല. ഉടമ്പടി ലക്ഷ്യം ഫ്ലോപ്പാകാൻ സാധ്യതയുണ്ട്. ഈ നിങ്ങൾ 10:39 ലൂക്കാൻ്റെ സുവിശേഷം എന്താണ്? കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇപ്പോൾ വചനം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരെയും വചനം വായിക്കും, പക്ഷെ നടപ്പിൽ വരത്തത്തില്ല. വചനം വായിക്കുന്നതിന് ഒരു പഞ്ഞുമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ വചനം എഴുതണവരുണ്ട്. ഒരു ജന്മം മുഴുവനും വചനം 3 ബൈബിളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. എഴുതണതും വായിക്കണതുമല്ല, അത് ഫസ്റ്റ് ഹാഫാണ് സാധനം. ഇത് എക്സിക്യൂട്ട് ചെയ്യണം, വചനം നടപ്പിൽ വരുത്തണം. മറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് ലാസ്റ്റിൻ്റെ 2 പെങ്ങന്മാരാ. ഒന്ന് മറിയം എന്താണ്? കർത്താവ് പറയണ വചനം കേട്ടോണ്ടോ, ഇനി വചനം എഴുതിക്കൊണ്ടോ, വചനം വായിച്ചോണ്ടോ അവിടെ തന്നെ ഇരുന്ന്. ഈ ഇരിപ്പുകാർ ഭയങ്കരമാണ്. ഇരിപ്പുകാർ എന്നും ഇരിപ്പുകാരായിരിക്കും. ലാസർ മരിച്ചില്ലേ എൻ്റെ ഇടയ്ക്ക്? കുടുംബത്തിൻ്റെ ആണും പോയി, തുണയും പോയി, താങ്ങും പോയി. മറിയത്തിൻ്റെ ഐസി പൊട്ടിപ്പോയി. ഇരിപ്പുകാരുടെ അവസ്ഥ കണ്ട. അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ വായിക്കാൻ പറ്റും. 11:20 യോഹന്നാൻ്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. ചമ്മന്തി അരിച്ച പാർട്ടിയാണ് ഇപ്പം ചാടി മുമ്പിൽ വീണിരിക്കണത്. കണ്ടില്ലേ? കളിമാറണം കണ്ടില്ലേ? എന്താ പറയണത്? യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. പുറത്തേക്ക് വന്നതാരാണ്? മാർത്തായാണ്. മറ്റത് മിണ്ടാമടത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ മിണ്ടാമടം തെറ്റാണെന്ന് ഞാൻ പറയണില്ല, പക്ഷേ അത് ഫസ്റ്റ് ഹാഫ് മാത്രമാണ്. യു മസ്റ്റ് ആക്ട്. അത് വേറെ ഒരു വിഷയമാണ്. കാരണം യേശു കർത്താവാണെന്ന് പറയണത് ഒരു യേശു കർത്താവാണ്. അതിൻ്റെ 10:9 രക്ഷ കരഗതമാകുന്നതിൻ്റെ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്താണ്? ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു. അതിനെന്ത് ചെയ്യണം എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അതിനെന്ത് ചെയ്യണം? യാക്കോബ് 2:17 വിശ്വാസം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്. പ്രവൃത്തിയില്ലാത്തുള്ള കാലം പ്രാർത്ഥന മാത്രമാണെങ്കിൽ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ പണി കിട്ടിയ ആളാണ് മറിയത്തിന് എന്താ പണി കിട്ടിയിട്ട് നോക്കി വായിച്ച് 11:20 വായിച്ച് യോഹന്നാന്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ യേശു വരുന്നെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അത് വല്ല കാര്യമുണ്ടാ പറയാൻ? അത് എഴുതി വെച്ചിരിക്കുന്ന അവിടെ. വീട്ടിൽ ഇരുന്നത് പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ തന്നെ ഇരുന്നത് പറയേണ്ട കാര്യമില്ലല്ല. മർത്ത ചെന്നെന്ന് പറഞ്ഞാൽ മതില്ലേ? നല്ല കാര്യം പറഞ്ഞാൽ പോരെ, എന്തിനാ മോശം കാര്യം പറയണത്? പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പറയണത്. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ ധരിക്കരുത്. പുറത്ത് ഇറങ്ങി വരണം. പുറത്തിറങ്ങി വന്നുള്ള ഗുണം എന്താണ്? മാർത്തായോട് എന്താ പറഞ്ഞത്? മറിയത്തിന് കൊടുക്കുക. ഈ വചനം മുഴുവൻ പണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോഴേ കേട്ടോണ്ടിരുന്ന ആരാണ്? മറിയം. പക്ഷേ മറിയത്തിന് ആ വചനം
പ്രയോജനപ്പെട്ടില്ല. മറിയം കേട്ടു എന്നുള്ള കാര്യം സത്യമാണ്, വിശ്വസിച്ചില്ല. ഹെബ്രായർ 4:2. ഹെബ്രായർ 4:2. ശ്രുതികട്ടെ ഹല്ലേലൂയ. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. മറിയം അത് വിശ്വസിച്ചിട്ടില്ല, കേട്ടോണ്ടിരുന്നെന്ന്. ഈ വായിക്കുന്ന പല ആൾക്കാരും വചനം വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. വായിക്കാത്തവൻ വചനം നടപ്പിൽ വരുത്തുന്നുണ്ടെങ്കിൽ അവനാണ് വിശ്വാസി. ഇവിടുത്തെ കുറച്ച് വിഷയമുണ്ട്. ഇതിൻ്റെ അകത്ത് ശരിക്കും ഒരു വിഷയമുണ്ട്. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ സംഭവിക്കാൻ പോണത്? യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്താണ്? ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുദ്ധാനം എന്നല്ലാതെ യേശുവിൻ്റെ ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഈ വെളിപാട് ആർക്കാ കിട്ടിയത്? 11:25 യോഹന്നാന്റെ സുവിശേഷം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ യേശു അവളോട് പറഞ്ഞു. ആരോട്? മാർത്തായോട്. എന്താ പറഞ്ഞത്? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഇത് മറിയത്തോട് പറയേണ്ടതായിരുന്നു. കാര്യം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വെളിപാടാണ്. പത്രോസിനെ കിട്ടിയതിനേക്കാളും യോഹന്നാനെ കിട്ടിയതിനേക്കാളും ഏറ്റവും വലിയ വെളിപാടാണ്. എന്താണ്? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഇതെന്തിനാണ്? ഇത് മറിയത്തിന് കിട്ടേണ്ടതാണ്. കാര്യം മറിയത്തിനാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അക്കാഡമി സർട്ടിഫിക്കറ്റ് കൊടുത്തല്ല ഈശോ അന്ന് വന്നപ്പോൾ. നല്ല കാര്യം തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? നല്ല കാര്യം തിരഞ്ഞെടുത്തു. പക്ഷേ നല്ല കാര്യം തിരഞ്ഞെടുക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്നതും 2 കേസാണ്. നല്ല കാര്യം തിരഞ്ഞെടുത്തെന്നേ പറഞ്ഞുള്ളൂ ഈശോ, അത് നടപ്പിൽ വരുത്തിയെന്ന് പറഞ്ഞില്ല. തിരഞ്ഞെടുത്ത ആളല്ല നടപ്പിൽ വരുത്തിയിരിക്കണത്. അതാരാണ്? അത് അന്ന് കഞ്ഞിയും കപ്പയൊക്കെ ഉണ്ടാക്കാൻ പോയ കക്ഷിയില്ലേ, അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു തല കാണിച്ച് ചെവി കാണിച്ച് കർത്താവിൻ്റെ വചനം അയാളാണ് ചാടി ആദ്യം വന്നത്. ആങ്ങളെ മരിച്ചാലും അതായത് ഉള്ള തൂണും തുണയും നഷ്ടപ്പെട്ടാലും അവൾ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ഐ നോ ഇറ്റ്. അത് വചനത്തേക്കാൾ ഉപരി നിന്നോട് സ്നേഹത്തിൽ ഞാൻ മനസ്സിലാക്കിയ സത്യമാണ്. അതുകൊണ്ട് ആണ് ഈശോ, നോക്കൂ അവൻ അവരെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ഒരാളാണ് മാർത്ത. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നവൻ അത് പ്രഖ്യാപിക്കാൻ ആദ്യമേ വരും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കും. അപ്പോഴും വചനം കേൾക്കാതിരുന്ന അന്ന് ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കാൻ പോയ മാർത്ത പറയുവേ, അന്തിമനാളിൽ ഐ നോ ഇറ്റ് മൈ ലോർഡ്, അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. അതാരോട് പറഞ്ഞു? മാർത്തായോട് പറഞ്ഞു. ആരാണ് ഇറങ്ങി പുറപ്പെടുന്നത്? ആരാണ് ആദ്യം വിശ്വാസം പ്രഖ്യാപിക്കുന്നത്? ആരാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് വിശ്വാസത്തെ നീതീകരിക്കുന്നവന്? അവൻ കർത്താവ് അവനെ വിളിക്കും, കർത്താവിന് വെളിപ്പെടുത്തും. ഞാൻ സ്നേഹിക്കുന്നവന് എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 21:17. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായി എൻ്റെ മുൻപിൽ ജയം എനിക്കും